തകതീയം താരാതേ ദേ 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 തകതീയം താരാതേ. ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. ആഘോഷങ്ങൾ അതിര് കടക്കരുതെന്ന് പോലീസ്. GST നിരക്ക് കുറയ്ക്കുന്നതിന്റെ ഗുണം സാധാരണ ആളുകൾക്കും ലഭിക്കണമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കമ്പനികൾ വില കൂട്ടരുതെന്നും സർക്കാർ നിരീക്ഷിക്കുമെന്നും മുന്നറിയിപ്പ്. ലോട്ടറി നികുതി 40% തിരിച്ചടിയായെന്നും ധനമന്ത്രി. സംസ്ഥാനങ്ങളുടെ വരുമാന നഷ്ടം കേന്ദ്രം ഗൗരവത്തിൽ കണ്ടില്ലെന്നും വിമർശനം. അയ്യപ്പ സംഗമവുമായി മുന്നോട്ടു പോകാൻ ദേവസ്വം ബോർഡും സർക്കാരും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മറ്റന്നാൾ NSS SNDP നേതൃത്വത്തെ നേരിട്ട് കാണും. അയ്യപ്പ സംഗമത്തിൽ രാഷ്ട്രീയമില്ലെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. അയ്യപ്പ സംഗമം കാപട്യമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീഷ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ 5 പേരുടെ പരാതിയിൽ കോടതിയിൽ FIR സമർപ്പിച്ച ക്രൈംബ്രാഞ്ച്. സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് ശല്യം ചെയ്തെന്ന് റിപ്പോർട്ട്. ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് സന്ദേശം അയച്ചുവെന്നും ഫോണിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയെന്നും FIR. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ പോലീസുകാരെ പിരിച്ചുവിടണമെന്ന് കോൺഗ്രസ്. കൊല്ലം ഓച്ചിറ വലിയ കുളങ്ങരയിൽ വാഹനാപകടത്തിൽ 3 മരണം. അപകടം കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ച്. മരിച്ചത് തേവലക്കര സ്വദേശികൾ. ഒരാളുടെ നില അതീവ ഗുരുതരം. കണ്ണൂരിൽ പെരുന്തട്ടയിൽ ബൈക്കിടിച്ച് 2 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചത് കാൽനട യാത്രക്കാരായ എരമം സ്വദേശികൾ. താമരശ്ശേരി ചുരത്തിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം. കേരള ക്രിക്കറ്റ് ലീഗിന്റെ സെമി ലൈനപ്പ് ഇന്നറിയാം. ഉച്ചയ്ക്ക് ശേഷം 2:30 ആലപ്പി റിപ്പിൾസ് കൊല്ലം സെയിലേഴ്സിനെ നേരിടും. 2ാം മത്സരം തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറും തമ്മിൽ. കഫ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ 3ാം സ്ഥാനത്തിനായി ഇന്ത്യ ഇന്നിറങ്ങും. മത്സരം അഫ്ഗാനിസ്ഥാനെതിരെ.